ഈ വീഡിയോ നിങ്ങൾ കണ്ടില്ലേ, എല്ലാരും കണ്ടില്ലേ? ഇതിൽ വ്യക്തമായിട്ട് കാണുന്നുണ്ട് മന്ത്രിനെ ആരും തൊടുന്നില്ല, പിടിക്കുന്നില്ല, പോലീസുകാർ വളയണ്ട്. എന്നിട്ട് പറഞ്ഞ എന്താ വെച്ചാല് കഴുത്തിന് ചതവ്, പിന്നെ കയ്യിന് മുറിവ് എന്നൊക്കെ പറഞ്ഞു. എവിടെ മുറിവ്? ആര്? ഞങ്ങളൊക്കെ ഈ വീഡിയോ എല്ലാരും കാണുന്നത് തറയിൽ വീണ കൂടി നമ്മൾ കണ്ടിട്ടില്ല, ആരും തൊടുന്ന കൂടി കണ്ടിട്ടില്ല, പോലീസുകാർ കൂടി അവരെ തൊടുന്നില്ല. എന്നിട്ട് കയ്യിന് മുറിവ്, കാലിന് ചതവ്, മറ്റൊരു മുറിവ് എന്ന് പറഞ്ഞിട്ട് അഡ്മിറ്റ് ആയി ഐസിയുല്. കേരളത്തിന്റെ ചരിത്രത്തിൽ തന്നെ കരിങ്കൊടി കാട്ടിയതിന് ഐസിയുലാകുന്ന ആദ്യത്തെ പിന്നെ നമ്മളെ മന്ത്രിയായിരിക്കും ആര്? വീണ ജോർജ്. ഒന്ന് ആലോചിച്ച് നോക്ക്, എന്തൊരവസ്ഥ. ആരോഗ്യ വകുപ്പ് എന്നാണ് ആരോഗ്യ വകുപ്പ്. എന്താ ആരോഗ്യമില്ലാത്ത ആൾക്കാരൊക്കെ എങ്ങനെ ആരോഗ്യ വകുപ്പിൽ എടുക്കുന്നതാണ് ഞാൻ ആലോചിക്കുന്നത്. അത് കേരളത്തിന്റെ വേറൊരു കോമഡി ഇത്. എന്നിട്ട് അതല്ല, എന്നിട്ട് ഐസിയുല് പിണറായി കാണാൻ ചെന്നേ എസ്കലേറ്റർ വെച്ചാ എന്താ? എന്നിട്ടാ ശബരിമലയിൽ പോയ ശബരിമല എസ്കലേറ്റർ വയ്ക്കുന്ന ആളാണ്. എന്നിട്ട് ഒരു ഉളുപ്പില്ല അതിന്. ഞാനത് ആലോചിക്കട്ടെ, നിങ്ങൾക്ക് ഇപ്പൊ ഈ കയ്യിന് ചെറിയൊരു പിന്നെ മുറി പറ്റി എന്ന് പറഞ്ഞിട്ട് ഇത്രയും ഈ ഒരു 5 വർഷമായിട്ട് ആ പാവപ്പെട്ട പെണ്ണിന്റെ കഴുത്തിന് വേദനയാണ്, വയറിന്റെ ഉള്ളില് ഒരു കത്രി ഒടിക്കിട്ട് അതിനെതിരെ എന്ത് സമീപനങ്ങൾ എടുത്ത് പോട്ടെ. തൃശ്ശൂരിലെ ഒരു ആരോഗ്യ വകുപ്പ് മന്ത്രി അല്ലല്ലോ. തൃശ്ശൂരിലെ ചെറുപ്പക്കാരൻ, അവന് കാൽമുട്ട് വേദനയായിട്ട് പിന്നെ ബൈക്ക് ഓടിച്ച് തൃശ്ശൂർ കോളേജിൽ പോയ ആളാ. പിന്നെ തിരിച്ചു വരുന്നത് എങ്ങനെ? കൃഷ്ണമണി ഇല്ല. അല്ല, ഇവരൊക്കെ എന്തിനാണ് പ്രൈവറ്റ് ആശുപത്രി കൊണ്ടുവരാൻ മനസ്സിലാവുന്നത്? ഇവിടെ ഗവൺമെന്റ് ആശുപത്രിയില്ലേ? ഗവൺമെന്റ് ആശുപത്രി ഇതല്ല അവസ്ഥ. കത്രിക വയറ്റിനുള്ള കൊടുക്കുക, കണ്ണ് പിന്നെ കാലിന് ചികിത്സിക്കാൻ പോയ കണ്ണിന് കണ്ണ് പോവുക, ഇതൊക്കെ അല്ലേ ഇവിടുത്തെ അവസ്ഥ. അതല്ല, ഗവൺമെന്റ് ആശുപത്രി കൊണ്ടുപോയി 2 മിനിറ്റ് കേസ് ചെയ്യും. ഇത് പ്രൈവറ്റ് ആശുപത്രി പൈസ കൊടുത്ത് അവിടെ കിടത്തിരിക്കുമല്ലോ. എന്നിട്ട് ഈ പാവപ്പെട്ട ആളുകൾക്ക് ഒരു വേദന, നിങ്ങൾക്ക് വേറൊരു വേദന, എന്നിട്ട് കിടക്കണ കിടത്തൊക്കെ ഉണ്ടാ. മറ്റേ പടത്തിൽ പറഞ്ഞ അപ്പക്കുട്ട ഓവറാക്കി ചെലവാക്കല്ലേ എന്ന് പറഞ്ഞ മാതിരി എന്നാ കിടത്ത. എന്നിട്ട് പിണറായി വല്ല മരിച്ചോടുത്തി എന്ന മാതിരി ആയിരിക്കും. അയ്യോ വല്ലതും പറ്റിയോ? എന്തരാണ് ഇതൊക്കെ ഞങ്ങൾ കേരളത്തിലെ ജനങ്ങൾ കാണുന്നത്. എന്നിട്ട് അതിനെതിരൊക്കെ പിന്നെ ഡിവൈഎഫ്ഐക്കാർ ഭയങ്കര സമരം, അടിക്കലും പിടിക്കലും. എന്തിന്? ആർക്ക് വേണ്ടിയിട്ട്? ഇത് നാടകമാണെന്നുള്ള ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. കണ്ടറിഞ്ഞൂടെ? അയ്യോ ചേട്ടാ, എനിക്ക് കഴുത്തിന് ഭയങ്കര വേദന കേട്ടോ. ഞാന് ഇങ്ങനെ വരുമ്പോ അവിടെ ഇങ്ങനെ ബഹളം ഉണ്ടായി, എനിക്ക് ശ്വാസം മുട്ടുണ്ടായി. ബഹളം ഉണ്ടാവുമ്പോൾ എനിക്ക് ശ്വാസം മുട്ടുണ്ടാവുമല്ലോ. ഞാൻ ആരോഗ്യ മന്ത്രിയാണല്ലോ. ഞാൻ ആരോഗ്യ മന്ത്രിക്ക് നിനക്ക് സൗണ്ട് ഇടാൻ പാടില്ല. ഞാൻ പ്രൈവറ്റ് ജെറ്റിലാ കയറാൻ പോകുന്നേ. എന്ത് കഥയാണ് ഇതൊക്കെ? ജനങ്ങൾ കാണുന്നുണ്ട്. നിങ്ങളെ ഈ പിന്നെ കോമാളികള്, നിങ്ങള് ഇപ്പൊ കുറച്ചിടയായിട്ട് നിങ്ങൾ കാര്യം മനസ്സിലാക്കുക. ഇതുപോലുള്ള അമ്മച്ചികളെയും കളവന്മാരെയും പിടിച്ചിട്ടൊന്നും സർക്കാരിന്റെ ഇതിലെന്ന് പറഞ്ഞ് ഇരുത്തരുത്. മന്ത്രിമാരായിട്ടും മുഖ്യമന്ത്രിമാരായിട്ടും ഒന്നും വേണ്ട. എക്സ്പയർ ആയിട്ടതൊക്കെ. ഈ ആരോഗ്യ വകുപ്പ് മന്ത്രിക്ക് ഒരു തോണ്ടൽ തോണ്ടിയപ്പോക്കിന് ഇവര് കഴിഞ്ഞാൽ ഇവര് ഐസിയു ആര് കണ്ട്? പണമുള്ളവർക്ക് തുമ്മിയ എന്ത്? ഇനിയിപ്പോ പനി വന്നാ എന്ത്? കിടക്കാൻ മറ്റേ ഐസിയു. ഇനി അതുമല്ല, വേറെ വിറ്റം തരഞ്ഞ് പിന്നെ KSUക്കാര് പിന്നെ വീണ ജോർജിനെ തടഞ്ഞു. പിന്നെ ഹോസ്പിറ്റൽ വക 50 ലക്ഷം ചെലവ്. മന്ത്രി പിന്നെ പിണറായി വിജയൻ കാണാൻ പോയ വക 25 കോടി. നീ 50 ലക്ഷം ഇതൊക്കെ 2 പൈപ്പും കുത്തി വെച്ചിട്ട് 50 ലക്ഷം പണി പറഞ്ഞ ആൾക്കാരാണ്. ഇതൊക്കെ ഇത് നമ്മളെ കയ്യിൽ നിന്നാ പോണേ. ഈ നാടകങ്ങളൊക്കെ ഇവിടെ നടക്കുന്നുണ്ട്. ഞങ്ങളെ പൈസ കയ്യിന്നല്ല, ഇവർക്ക് ഇത് കൈയിട്ട് വാരലാണ്. അതിന് വാരാഞ്ഞിപ്പോ ഒന്നുമില്ല. എത്രയോ ലക്ഷം കോടി കടാണ് ഇപ്പൊ കേരളത്തിന്റെ കട. ഞാനൊക്കെ ജനിച്ചപ്പോൾ മതി കേൾക്കണം, പുത്തനാറിന്റെ 6 പണിയാണ് 6 ഒലത്തി. അപ്പോട്ടെ. അപ്പോ ഇതൊക്കെ ഞങ്ങൾ കേരളത്തിലെ ജനങ്ങൾ കാണുന്നുണ്ട്. നിങ്ങൾ ഇപ്പൊ കുറച്ചായിട്ട് നിങ്ങൾ വെറും കോമഡി കഥാപാത്രങ്ങൾ WWE റെസ്ലിംഗ് ആണ് കണക്ക് നമ്മളെ മറ്റേ വെട്ടിയാണെന്ന് വിചാരിക്കുന്നു. നമ്മൾ ഇങ്ങനെ കളിക്കുന്നു, നമ്മളൊക്കെ ഇത് ഒറിജിനൽ ആണെന്ന് നിങ്ങൾ വിചാരിക്കില്ല. ഇത് ഏതിപ്പോ കൊച്ചു കുട്ടികൾക്ക് വരെ മനസ്സിലാവുന്ന കേസാണ്. നിങ്ങൾ ഈ പാർട്ടി ഇലക്ഷന് വേണ്ടി വോട്ട് ചോദിക്കാൻ വേണ്ടി വരുമ്പോ ചിന്തിക്കേണ്ടത്, വയസ്സായവരെ അടിച്ചില്ലെങ്കിൽ 1 വയസ്സായ കൊച്ചു അടിച്ചെന്ന് നിങ്ങൾ അടിക്കും. അപ്പോ നിങ്ങൾ വെറും കോമഡി കഥാപാത്രങ്ങൾ ആയിക്കൊണ്ട് ദിവസം അങ്ങോട്ട് കൂടും തോന്നുന്നു. അപ്പൊ ഇതൊക്കെ ജനങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. ഞങ്ങളൊക്കെ അത് കാണുന്നുണ്ട്. പിന്നെ ഇങ്ങനെ അതിനെങ്ങനെ പിന്നെ പബ്ലിസിറ്റി ആയി ഇതൊക്കെ ചോദിക്കുമ്പോ ശരിക്കും പോലീസ് പിടിച്ചു മാറ്റാതെ അവരെ അടിച്ചെങ്കിലും കുഴപ്പമില്ല. ഒന്നിങ്ങനെ പോലീസ് പിടിച്ചു മാറ്റി ക്ലിയർ ആയിട്ട് നമ്മൾ കണ്ടല്ലേ. പോലീസിൽ നാണക്കണല്ലേ? 4 ആൾക്കാരെ പോലീസിൽ പിടിക്കാറില്ല. പിന്നെ എന്ത് പോലീസാ? പിണറായിന്റെ പോലീസ് ആഭ്യന്തര കൈകാര്യം പിന്നെ എന്ത് വാഴയാണ്? ഉറപ്പായാലും ചോദിക്കൂലേ? പോലീസുകാർ വാഴയാണല്ലോ. അതല്ല ഇത്. എന്നിട്ട് പോലീസുകാർ തടഞ്ഞില്ലേ? പോലീസുകാർക്കല്ലേ മോശം? ഈ അപ്പുറത്തെ കൊലയെ കുളിച്ചാൽ ഇപ്പുറത്തെ കൊലയെ കുളിച്ചാൽ അത് വെട്ടിക്കൊണ്ട് പോവുക എന്ന് പറയാ. ആ കൊലയെ കുളിച്ച് നമ്മൾ ഇത് വെട്ടിയെന്ന് പറയുന്ന ആൾക്കാരാണ് പോലീസുകാർ. ഏതായാലും അപ്പൊ ഇത്രയൊക്കെ ഉള്ളത് ഞങ്ങൾക്ക് നല്ലോണം വ്യക്തമായിട്ട് അറിയാം. വെറുതെ അവിടെ അതുകൊണ്ട് ഈ കുണത്തെ ന്യായങ്ങളും കൊണ്ട് ഇങ്ങോട്ട് വരല്ലേ കേട്ടോ. ഞങ്ങൾക്ക് ഇത് കാണണ്ട. കണ്ട് മടുത്ത്. ഇത് മറ്റേ സിനിമ സീരിയലിനെങ്കിലും കഷ്ടമാണോ? അപ്പൊ ഓക്കെ, ബൈ ബൈ. പിന്നെ അമ്മായിമാർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സീരിയലാണ്.